UK ഓർ അയർലൻഡിൽ വർക്ക് ചെയ്യുന്ന രജിസ്റ്റേർഡ് നേഴ്സസിന് ഓസ്ട്രേലിയൻ നേഴ്സിംഗ് ലൈസൻസായ ആഫ്ര രജിസ്ട്രേഷൻ എടുക്കുന്നതിനായിട്ടുള്ള പ്രോസസ്സ് വളരെ ഈസി ആക്കുന്ന അപ്ഡേറ്റാണ് ആഫ്രയിൽ നിന്നും വന്നിരിക്കുന്നത്. ഓസ്ട്രേലിയയിലെ നിലവിലെ നേഴ്സിംഗ് വർക്ക് ഫോഴ്സ് ഷോർട്ടേജ് പരിഹരിക്കുന്നതിനായി NMBA ആഫ്രയും ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റും കൂടി സംയുക്തമായാണ് ഈ ഒരു പോളിസി കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പോളിസി പ്രകാരം NMBA അപ്രൂവ് ചെയ്തിരിക്കുന്ന രാജ്യങ്ങളായ UK, അയർലൻഡ്, USA, സ്പെയിൻ, സിംഗപ്പൂർ, കാനഡയിലെ ഒൻറ്റാറിയോ ആൻഡ് ബ്രിട്ടീഷ് കൊളംബിയ ഇത്രയും രാജ്യങ്ങളിൽ വർക്ക് ചെയ്തിരിക്കുന്ന വർക്ക് എക്സ്പീരിയൻസ് ദാറ്റ് മീൻസ് 1800 മണിക്കൂർ എങ്കിലും രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് എക്സ്പീരിയൻസ് ഉള്ള നേഴ്സസിനാണ് ഈ ഒരു പുതിയ പോളിസി പ്രകാരമുള്ള പാത്വേ വഴി അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഈ ഒരു പുതിയ പാത്വേ വർഷങ്ങൾക്ക് ശേഷമാണ് ഓസ്ട്രേലിയ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇത് എത്ര കാലത്തോളം നീണ്ടു നിൽക്കുമെന്നുള്ളതാണ്. പൊതുവേ ഒരു പോളിസി വന്നു കഴിഞ്ഞാൽ മിനിമം 3 ഇയർ കഴിയുമ്പോൾ റിവ്യൂ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു പോളിസിയിൽ ഒരു 1 ഇയർ കഴിയുമ്പോൾ റിവ്യൂസ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഈ പുതിയ പാത്വേ വഴി നിലവിലുള്ള NCLEX ഓസ്കി എക്സാംസോ അറ്റൻഡ് ചെയ്യാതെ തന്നെ ആപ്ലിക്കൻസിന് ഡയറക്റ്റ് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ ലഭിക്കുന്നതാണ്. ഈ പാത്വേയിലെ പ്രധാന റിക്വയർമെൻറ്റ്സുകൾ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, എംപ്ലോയർ വെരിഫിക്കേഷൻ, NMBA അപ്രൂവ് ചെയ്തിരിക്കുന്ന രാജ്യങ്ങളിലെ നേഴ്സിംഗ് രജിസ്ട്രേഷൻ, CPD ഹവേഴ്സ്, അതുകൂടാതെ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ്. ഇതല്ലാതെ അഡീഷണലായിട്ട് ക്രിമിനൽ ചെക്ക് പോലുള്ള മറ്റുള്ള വെരിഫിക്കേഷൻസും ആവശ്യമായിട്ട് വരും. ഇതിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽ റിക്വയർമെൻറ്റിൽ വാലിഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ടെസ്റ്റ് റിസൾട്ട് സബ്മിറ്റ് ചെയ്യണമോ എന്നുള്ളതാണ്. ഇതിനു മുൻപ് UK ഓർ അയർലൻഡിൽ വർക്ക് ചെയ്ത കൂടുതൽ നേഴ്സസും അപ്രോച്ച് ചെയ്ത ഒരു പാത്വേ ആയിരുന്നു ന്യൂസിലാൻഡ് പാത്വേ. അതായത് എക്സ്പയർ ആയിട്ടുള്ള ലാംഗ്വേജ് ടെസ്റ്റ് റിസൾട്ടും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പാത്വേയിൽ ഡയറക്റ്റ് ആഫ്രയ്ക്കാണ് ആപ്ലിക്കേഷൻ കൊടുക്കുക. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്രൈറ്റീരിയ ഡിഫറെൻ്റ് ആയിരിക്കും. ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ പല കണ്ടീഷൻസിൻ്റെ ബേസിൽ ഈവൻ എക്സ്പയർ ആയിട്ടുള്ള ലാംഗ്വേജ് ടെസ്റ്റ് റിസൾട്ടും അക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ OET പാസ്സായ ഡേറ്റും NMBA അപ്രൂവ് ചെയ്തിരിക്കുന്ന ഈ കൺട്രീസിൽ ലൈസൻസ് കിട്ടി വർക്ക് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റും, അതുകൂടാതെ നിലവിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ, റീസെൻ്റായിട്ട് എന്നാണ് നിങ്ങൾ വർക്ക് ചെയ്തിരിക്കുന്നത്, അങ്ങനെ തുടങ്ങി പല കണ്ടീഷൻസും വെച്ചിട്ടായിരിക്കാം നിങ്ങൾക്ക് ഈ ലാംഗ്വേജ് സ്കിൽ റിക്വയർമെൻറ്റ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലാംഗ്വേജ് സ്കിൽ റിക്വയർമെൻറ്റ് കേസ് മാനേജറിൻ്റെ അസസ്മെൻറ്റിനെ ബേസ് ചെയ്തിരിക്കും. 1 മന്ത് തൊട്ട് ഓൾമോസ്റ്റ് ഒരു 6 മന്ത് വരെ സമയമെടുക്കാം.